അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസ്സാ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ SSLC റിസൾട്ട് വന്നു. ഫുൾ A+ കിട്ടി എല്ലാവർക്കും. ഫുൾ A+ കിട്ടിയില്ല ഉസ്താദേ. ജീവിതം ആകെ പ്രതിസന്ധിയിലായി. ഞാൻ തോറ്റുപോയി. ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? എൻ്റെ ഗോളിലേക്ക് എനിക്ക് എത്താൻ പറ്റൂല എന്നൊക്കെ സങ്കടം പറയുന്ന ധാരാളം ആളുകളെ കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ കണ്ടു. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കരുതിയതല്ല, കാരണം ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ കമൻസൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി സങ്കടപ്പെട്ട് എന്നോട് പറഞ്ഞത്, ഉസ്താദേ ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചു, വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു. എനിക്ക് ഫുൾ A+ കിട്ടിയില്ല. എനിക്ക് 3 A+ ഉള്ളൂ. 3 A+. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്നു, ഞാൻ റിവ്യൂലേഷന് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞാനകെ തകർന്നു പോയി. എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വാപ്പാക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു, ഞാൻ എന്തായാലും 100% ഫുൾ A+ മേടിക്കും, വാപ്പിച്ച് നോക്കിക്കോ. എനിക്ക് ഭയങ്കര സമ്മാനമൊക്കെ അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 3 A+ ആയപ്പോഴേക്കും ഞാനും തകർന്നു, എൻ്റെ വീട്ടുകാരും തകർന്നു. എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. എൻ്റെ വാപ്പ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം, ഉസ്താദേ ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടു, നിനക്കൊക്കെ വെറുതെയാണ് തിന്നാൻ തന്നത്, ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പട്ടീനെ മേടിച്ച് വളർത്തായിരുന്നു എന്ന് വരെ എൻ്റെ വാപ്പ പറഞ്ഞു. എൻ്റെ ഉമ്മായും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ തോറ്റുപോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്നു പോയി. ഇനി എനിക്കൊന്നും ആകാൻ പറ്റൂല. ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് കിട്ടിയില്ല, ഞാൻ തോറ്റുപോയി. ഇങ്ങനെ ഒരു കുട്ടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. തോറ്റുപോയോ നിങ്ങൾ? തോറ്റുപോയോ? ഞാനിത് കേട്ടപ്പോൾ ഒരടി എൻ്റെ കൈയിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് വർത്താനാണ് മോൻ ഈ പറയണത്? ഇതാരോടാണ് നീ പറയണമെന്നറിയോ? ഇതാരോടാ ഈ പറയുന്നത്? എന്നോടാണ്. എന്നോടാ പറയുന്നത്. മോനെ ഞാൻ നിന്നെക്കാൾ മോശം വിദ്യാർത്ഥിയായിരുന്നു. മോശം വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടാകുന്നത് 10ാം ക്ലാസ്സിന് ശേഷമാണ്. 10ാം ക്ലാസ് വരെ ഞാനൊരു ആവറേജിൽ താഴെ പോകുന്ന വിദ്യാർത്ഥിയാണ് ചില ഘട്ടങ്ങളിലൊക്കെ. അതായത് പാഠ്യേതര വിഷയങ്ങളിൽ, സ്പോർട്സ് ആകട്ടെ, മറ്റു പല കലാപരമായ കാര്യങ്ങളിലൊക്കെ ഭയങ്കര മേലെ നിൽക്കുമ്പോഴും പഠന വിഷയത്തിൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ ലാംഗ്വേജ് വിഷയങ്ങളൊക്കെ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വളരെ വളരെ കുറച്ച് മാർക്കുകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഒരുപാട് പറ്റ കുറഞ്ഞൊന്നല്ല, എന്നാലും A+ എന്നെ സംബന്ധിച്ചിടത്തോളം 10th ഞാനെന്തോ 7 A+ എന്തോ എനിക്കുണ്ടായിട്ടുള്ളൂ. ബാക്കി 3 Aയും B+ ആയിരുന്നു. അപ്പോൾ അത് കിട്ടിയത് അൽഹംദുലില്ലാ, ഒരുപാട് പ്രയത്നിച്ചിട്ടാണ്. അതിരിക്കട്ടെ. അപ്പോൾ ഏതായാലും ഈ 9ാം ക്ലാസ് വരെയുള്ള സമയം, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ നമ്മുടെ മിഡ് ടേം എക്സാമുകൾ വരുന്ന സമയമൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എൻ്റെ വാപ്പ ഇത്തിരി കാർക്കശ്യം ആ വിഷയത്തിൽ കാണിക്കുമായിരുന്നു. പക്ഷേ ഓവറായിട്ട് ഇതിൽ വലിയ സ്ട്രെയിനൊന്നും തരില്ല, എന്നാലും ഒരു കാർക്കശ്യം ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ എന്ത് ചെയ്യുമെന്നറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കിട്ടുമ്പോൾ ആ പേപ്പർ ചിലപ്പോൾ ഒന്ന് തിരുത്തിയിട്ടായിരിക്കും വാപ്പാൻ്റെ മുമ്പിൽ കാണിക്കാം. ഉമ്മക്ക് പേടിയാണ്, വാപ്പ എന്തെങ്കിലും എന്നെ പറയുമോ, എന്നെ അടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടിട്ട് എൻ്റെ ഉമ്മച്ചി, രണ്ടുപേർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, രണ്ടുപേരും ഖബറിലാണ്, പേപ്പർ ഒന്ന് തിരുത്തിയിട്ടാണ് വാപ്പാനെ കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്. 10th കഴിഞ്ഞ് ഞാനൊരു ദഅവ കോളേജിലേക്ക് പോയി. ദഅവ കോളേജ് +1 ദർസും ഉണ്ട്. അപ്പോഴും ഒരുപാട് ആളുകൾ പറഞ്ഞു, നിനക്ക് ഒരുപാട് സ്ട്രെസ്സായിരിക്കും, പഠിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു അത്. 10ൽ ഈ ഒരു ഫുൾ A+ കിട്ടാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഫുൾ A+ലേക്കുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്കൂളിൽ SSLC എക്സാമിന് മുൻപ് ഒരു പ്രത്യേകമായ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ ടീച്ചർ എന്ത് ചെയ്യും, രാവിലെ മുതൽ വൈകുന്നേരം ഒരു ഏതാണ്ട് 6-7 മണി വരെ ക്ലാസ്സുകളുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ വളരെ വളരെ സ്ട്രിക്റ്റായി ഞങ്ങൾക്ക് ഇങ്ങനെ റിവിഷൻ തന്നുകൊണ്ടിരുന്നു. ആ റിവിഷൻ്റെ ഫലം എന്നോണം ഫുൾ A+ പ്രതീക്ഷിച്ച് പഠിച്ച ആളാണ് ഞാൻ. അവിടെ 7 കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതൊന്നുമല്ല എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ദർസിലേക്ക് പോകുന്നതിന് ശേഷമാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഓരോരുത്തരിങ്ങനെ നോക്കി. അവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് പണ്ഡിതർ എന്ന് പറഞ്ഞാൽ ഈ മതവിഷയങ്ങളിൽ മാത്രമല്ല, ഭൗതിക വിഷയങ്ങളിൽ വലിയ അച്ചീവ്മെൻറ്റ്സ് കരസ്ഥമാക്കിയ ആളുകൾ. ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദ്, അദ്ദേഹം M.Com കഴിഞ്ഞ് പിന്നെ M.Phil ചെയ്ത് പിന്നെ ഡോക്ടർ. ഇന്ന് M.Phil വാലിഡ് അല്ല, നമുക്കറിയാം അല്ലേ, M.Philൻ്റെ ആവശ്യമില്ല. അപ്പോൾ M.Com കഴിഞ്ഞ് PhD ചെയ്ത് ഡോക്ടറേറ്റ് എടുത്തൊരു മതപണ്ഡിതനാണ് എനിക്ക് മുമ്പിലിരുന്ന് ഫത്ഹുൽ മുഈൻ ഓതിത്തരുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചു, യാ അല്ലാഹ്, ഇവരുടെയൊക്കെ ഒരു ലോകം എത്ര വാസ്റ്റാണത്, എത്ര വിശാലമാണത് അല്ലേ. അവർക്ക് എങ്ങനെയാണത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്? ഞാൻ കരുതി ഇവർ ഈ 1ാം ക്ലാസ് മുതൽ
10th വരെ അല്ലെങ്കിൽ 10th മുതൽ പിന്നെ മേലോട്ടൊക്കെ ഫുൾ എപ്പോഴും വിജയിച്ചു വന്നവരാണ് എന്ന് ഞാൻ വിചാരിച്ചു. ഞാനപ്പോൾ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദിന് ഇത്ര വലിയൊരു ഗോള് കരസ്ഥമാക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അദ്ദേഹം ജാമിയ മില്ലിയയിൽ നിന്ന് PhD കരസ്ഥമാക്കിയ ആളാണ്. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉസ്താദ് എപ്പോഴും ഫുൾ A+ നേടുന്ന ആളായിരുന്നു, സ്കൂളിലെ സ്റ്റാർ ആയിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇല്ല മോനെ, ഞാൻ വളരെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഉസ്താദിനും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടായത് ഈ 10ാം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞതിന് ശേഷമാണെന്നാണ് ഉസ്താദ് എന്നോട് പറഞ്ഞത്. ഇത് ശരിക്കും നമ്മൾ ഉപയോഗപ്പെടുത്തണം മക്കളെ. ഈ ഒരു ചിന്ത നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. നമ്മൾ തോറ്റുപോകേണ്ട സമയമല്ല അത്, തോറ്റുപോയി എന്ന് ചിന്തിക്കേണ്ട സമയമല്ല അത്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് അതിൻ്റെ പിന്നാലെ ഡിപ്രസ്ഡായി പോകേണ്ട ഒരു സമയമല്ല അത്. ഇതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റാണെന്ന് മനസ്സിലാക്കണം. ഫുൾ A+ കിട്ടിയവരിത് കേൾക്കണം എന്നില്ല കേട്ടോ. ഒരു മാർക്കോ ഞാൻ പറയുന്നത്, ഫുൾ A+ കിട്ടാത്തതിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയില്ല എന്നത് കൊണ്ടിട്ട് ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഇവിടെ മുതൽ നിങ്ങൾ ചിന്തിച്ചോ, ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റാക്കി മാറ്റിയെടുക്കണം. അവിടെയാണ് നിങ്ങൾ വിജയിക്കണത്. അല്ലാതെ ഈ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന സാധനമൊന്നുമല്ല. ഇതൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ളൊരു പടി മാത്രം, ഇത്രയേ ഉള്ളൂ. ഒരു പുതിയ കോഴ്സ് എടുക്കുമ്പോൾ ആ കോഴ്സിലേക്കുള്ള ഒരു പടി എന്ന നിലക്ക് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ജീവിതത്തെ ഇത് അപ്പാടെ മാറ്റിമറിക്കും എന്നൊന്നും നമുക്കൊരു അവകാശവാദമില്ല, അങ്ങനെ ആരും പറയുന്നില്ല. പലപ്പോഴും ഈ ഫുൾ A+ വാങ്ങിയ കുട്ടികളെക്കാൾ ഈ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റിനെ മനസ്സിലാക്കി വളരെ കുറഞ്ഞ മാർക്ക് നേടിയ ആളുകൾ അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ ചിലപ്പം ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിന് ഇത്തിരി കൂടുതൽ മാർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സയൻസിന് വേണ്ടി വാശി പിടിക്കുന്ന മാതാപിതാക്കളുണ്ട്. കുട്ടിക്ക് ചിലപ്പോൾ ഒരു മൈൻഡിലുണ്ടാവും, സയൻസ് ഒന്നും എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ഹ്യൂമാനിറ്റീസ് മതി. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ മോശമാണ്, സയൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് കുട്ടികളെ ഫോഴ്സ് ചെയ്ത് സയൻസ് എടുപ്പിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവിടെ തോൽവി സംഭവിക്കാറുണ്ട്. ഇപ്പം എൻ്റെ രക്ഷിതാക്കളെ എനിക്ക് ഓപ്ഷൻസ് തന്നു. മോൻ്റെ ഇഷ്ടം, ഞാൻ നമ്മുടെ ജൂൺ ആകുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ +1 ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. മെയ്യിലെന്തോ +1 ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി നേരത്തെ തുടങ്ങി, കാരണം ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ ആദ്യം പോയി സയൻസിലിരുന്ന് നോക്കി, ഹ്യൂമാനിറ്റീസിലിരുന്ന് നോക്കി, കോമേഴ്സിലിരുന്ന് നോക്കി. അപ്പോൾ ഉസ്താദന്മാർ ചോദിക്കുന്നുണ്ട്, എന്നെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ടല്ലോ. അല്ല, ഞാനൊന്നൊരു കമ്പാരിറ്റീവ് സ്റ്റഡി കൊള്ളാം, എന്നിട്ട് എന്താ എടുക്കണേ? ഞാൻ കൊമേഴ്സ് എടുത്തോളാം. കൊമേഴ്സിൽ കയറിയിരുന്ന് പഠിച്ചു നോക്കി. പടച്ചോനെ, എനിക്ക് അങ്ങോട്ടൊരു ഇഷ്ടം തോന്നണില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പിന്നെ ഹ്യൂമാനിറ്റീസ് എടുത്തു. +1 +2 ഞാൻ ഹ്യൂമാനിറ്റീസാണ് പഠിച്ചത്. ഞാൻ ഹ്യൂമാനിറ്റീസാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ചിന്ത, +1 +2 ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞാൽ മോശമാണെന്ന് മനസ്സിലാക്കണ ഓരോ ആൾക്കാരുണ്ടല്ല. ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ അടുത്തൊരു തലപ്പാവ് ധരിച്ചൊരു പണ്ഡിതൻ IAS നേടിയത്, അല്ലെങ്കിൽ സിവിൽ സർവീസിൽ 507ാമത്തെ റാങ്ക് നേടിയത്. ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ലൈഫ് ചേഞ്ചിങ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് അതിന് സപ്പോർട്ടീവായി നിൽക്കുന്ന പാരൻസ് കൂടെ ആയിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്കൊരാഗ്രഹം, എനിക്ക് MBA എടുക്കണം. MBA എടുക്കണമെങ്കിൽ ഇപ്പം ഞാൻ എടുത്തത് ഹ്യൂമാനിറ്റീസ് ആണല്ലോ. ഞാനാണെങ്കിൽ കൊമേഴ്സ് എനിക്ക് ഇഷ്ടമല്ലാത്ത വിഷയമായിരുന്നു, ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് MBA വേണം, കാരണം MBAക്കാരായ കുറേ ഉസ്താദന്മാരെ ഞാൻ അവിടെ കണ്ടു. പിന്നെ അവിടെ നിന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതും ഈ +2 എക്സാം കഴിഞ്ഞപ്പോഴും അവിടെ നിന്ന് എനിക്കൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന്, അതായത് ഈ +1 മുതൽ കൊമേഴ്സ് എടുത്ത് വരുന്നവർക്ക് പിന്നീട് MBA വരെ എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡാണ്, അങ്ങനെ അങ്ങോട്ട് പോവാം. ഇത് ഞാൻ +1 +2 ഹ്യൂമാനിറ്റീസ് എടുത്ത് എനിക്ക് അക്കൗണ്ടൻസി ആയിട്ടൊരു ബന്ധമില്ല, അല്ലെങ്കിൽ ആ മേഖലയായിട്ടൊരു ബന്ധമില്ല, ബിസിനസ് ഫീൽഡായിട്ടൊരു ബന്ധമില്ല. പക്ഷേ ഞാൻ അവിടെ മുതൽ ചിന്തിച്ചു, ഞാൻ കുറച്ചുകൂടെ കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി. ഞാൻ BBA എടുത്തു. ഞാൻ MBA ചെയ്തു. അൽഹംദുലില്ലാഹ് MBA കാരനായി. ആർക്കാണ് തടയാൻ പറ്റിയത്? എവിടെയാണ് തോറ്റത്? ഇല്ല. പിന്നെ എനിക്കൊരാഗ്രഹം, MBA മാത്രം പോരാ, എനിക്ക് ഇംഗ്ലീഷിലൊരു MA എടുക്കണം. ഇംഗ്ലീഷിൽ MA എടുത്തു. പിന്നെ എനിക്കൊരാഗ്രഹം, അത് പോരാ, ഹ്യൂമൻ റൈറ്റ്സിലൊരു MA എടുക്കണം. ഹ്യൂമൻ റൈറ്റ്സിലൊരു MA എടുത്തു. ഇന്ന് അൽഹംദുലില്ലാഹ് 3 PG ഉണ്ട്, ഒരു MA ഉണ്ട്, ഒരു MBA ഉണ്ട്, 2 MA ഉണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ തോറ്റുപോയോ? ഇന്ന് ഞാനൊരു കോളേജിൽ പ്രൊഫസറാണ്, ഗസ്റ്റ് ലെക്ചറാണ്, ഒരു മഹല്ലിൻ്റെ ഖത്തീബാണ്. അതുപോലെ വേറെ പല ഉത്തരവാദിത്തങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നു. അൽഹംദുലില്ലാഹ് ലൈഫ് ഹാപ്പി ആയിട്ട് പോകുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം. അതായത് ഞാൻ പറയട്ടെ, ഈ മാർക്ക് കുറഞ്ഞു എന്നുള്ളൊരു തോന്നൽ നമ്മളെ തളർത്തിക്കളയും. അതൊക്കെ ഒരു എൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നിങ്ങൾ കരുതി നോക്കിയേ. ലൈഫ് അടിപൊളിയും. ഞാൻ ആ മോനോട് ഇത് പറഞ്ഞപ്പോൾ ആ കരഞ്ഞു വന്ന് തളർന്നിരുന്ന മോനെ എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ ഉസ്താദിനെ പോലെയോ? ഞാൻ പറഞ്ഞു, നീ എന്നെ പോലെ ഒന്നാവണ്ട, നീ നിന്നെ പോലെ ആയാൽ മതി. നീ ഒന്ന് ആക്റ്റീവായി ഉഷാറായിട്ട് നിൻ്റെ മനസ്സിൽ കിടക്കുന്ന എയിം സാക്ഷാത്കരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നീ ഒന്ന് പഠിക്ക്.
ചിലപ്പോൾ ആളുകളുടെയൊക്കെ നിർബന്ധം കൊണ്ടിട്ടായിരിക്കും ആൾക്കാർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ പോയി സയൻസ് എടുക്കുന്നത്. അവൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ CA കാരനാകണം എന്നായിരിക്കും. +2 കഴിയുമ്പോഴായിരിക്കും എന്തെടുക്കണമെന്ന് കൺഫ്യൂഷൻ. എനിക്കാണെങ്കിൽ സയൻസ് ഫീൽഡ് പറ്റുന്നേ ഇല്ല. പിന്നെ സയൻസ് +1 +2 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പനി സെക്രട്ടറി ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ CA കാരനാകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ വെറുതെയാണ്. അത് വെറുതെ, അങ്ങനെയൊന്നുമില്ല. ഡിഗ്രി അത് നിങ്ങളുടെ ഇത്തിരി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊമേഴ്സ് വിഷയം എടുക്കാം. ഇനി കൊമേഴ്സ് പഠിച്ചവർക്ക് തിരിച്ചു കൊടുക്കാം. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്ഷൻസ് ഒരുപാടുണ്ടെന്നേ. നിങ്ങൾ മനസ്സ് വെക്ക്, നിങ്ങൾ തളർന്നു പോകല്ലേ. ആ ഡിപ്രഷൻ മൈൻഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് എൻ്റെ പരാജയമല്ല. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, എത്ര പ്ലസ് കിട്ടി മോനെ? 4 കിട്ടിയുള്ളൂ. 4 ഉള്ളല്ലേ, ഷോ കഷ്ടം. പോകാൻ പറ, അവർ ചോദിക്കട്ടെ, അവരോട് പോകാൻ പറ. 4 A+ നീ നേടിയില്ലേ, ചെറിയ കാര്യമാണത്. 4 A+ നേടിയില്ലേ, ചെറിയ കാര്യമല്ല. നീ കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടിയത്. ബാക്കി A കിട്ടിയിട്ടുണ്ട്, B+ കിട്ടിയിട്ടുണ്ട്, C+ കിട്ടിയിട്ടുണ്ട്, ഇരിക്കട്ടെ, അതൊക്കെ നീ കഷ്ടപ്പെട്ട് നേടിയതാണ്. ആ കഷ്ടപ്പെട്ട് നേടിയത് ആൾക്കാരുടെ കളിയാക്കലിനെ കൊണ്ടുപോയി തലവെച്ച് കൊടുത്ത് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല. പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയട്ടെ, ആരെയും വെച്ച് കമ്പയർ ചെയ്യരുത്. അവനെ നോക്കടാ, ഇവനെ നോക്കടാ, നിനക്ക് തിന്നാൻ തന്നില്ലേ, അങ്ങനെ തന്നില്ലേ, ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്ന രക്ഷിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കുട്ടി ജയിക്കില്ല കേട്ടോ. അവൻ്റെ കണ്ണീര് നിങ്ങൾ തന്നെ കാണേണ്ടി വരും. അവൻ്റെ കണ്ണുനീർ, അവനാൽ നിങ്ങൾക്കും കണ്ണീര് കുടിക്കേണ്ടി വരും. ഒരിക്കലും അങ്ങനെ പറഞ്ഞ് അവനെ തോൽപ്പിക്കുകയല്ല വേണ്ടത്. സാരല്ല, പോട്ടെ മോനെ, നമുക്കിതൊക്കെ ഒരു വിഷയമാണോ? ഇവിടെ എൻ്റെ മോൻ ജയിച്ചല്ലോ, അൽഹംദുലില്ലാ. ഇനി നമുക്ക് അടുത്ത പടിയിലേക്ക് നീങ്ങാം. ഒരു സപ്പോർട്ട് കൊടുക്കവന്. എൻ്റെ മോൻ അടുത്തതിൽ ഇനിയും പഠിച്ചാൽ മതി എന്ന് റെഡിയാവും. അപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ പറയാം, മോൻ ടെൻഷൻ അടിക്കല്ലേ. ഒരുപാട് മഹത്തുക്കൾ വിജയിച്ചത് മാർക്ക് മുൻപിലുണ്ടായതുകൊണ്ടല്ല, പലരും തോറ്റുപോയിട്ടുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഗോളാണ്, മറ്റൊന്ന് സ്കില്ലാണ്. ആ സ്കില്ലിനെ ഗോളിലേക്ക് അവർ ക്ലബ്ബ് ചെയ്ത് പ്രവർത്തിച്ചപ്പോൾ, അവർ പഠിച്ചപ്പോൾ അവർ ഔന്നത്യങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലൊരു ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരുമിച്ച് ചേർത്ത് നമ്മൾ പഠിച്ചു നോക്ക്, നമ്മൾ പ്രയത്നിച്ച് നോക്ക്, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഉറപ്പാണ്. ഒന്ന് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് സിറ്റ് ബാക്ക് ആൻഡ് തിങ്ക്. ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടത്, ഞാൻ തോറ്റിട്ടില്ല. ഇതൊന്നും ജീവിതത്തെ ബാധിക്കുന്ന വിഷയമല്ല. ഇതൊരു പരീക്ഷയാണ്. ഈ മാർക്ക് എന്ന് പറയുന്നത് അടുത്ത ഒരു ക്ലാസ്സിലേക്കുള്ള എൻ്റെ പടിയാണ്, അത്രയേ ഉള്ളൂ. അതിനർത്ഥം എൻ്റെ ജീവിതം തകർന്നു പോകുന്നു, മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഞാൻ ആകെ തകർന്നു പോയി എന്നൊന്നും അല്ല. എൻ്റെ ജീവിതം ഇനിയും കിടക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് കെട്ടിടം പണിയും. അതായത് ഫുൾ A+ മേടിച്ചവരെക്കാൾ ഞാൻ ഉഷാറാകും. ഇൻഷാ അല്ലാഹ് അതിന് കഴിയും. പോസിബിളാണ്. നത്തിങ് ഈസ് ഇംപോസിബിൾ. അത് പോസിബിളാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ സങ്കടപ്പെടല്ലേ, സങ്കടപ്പെടണ്ട കേട്ടോ. ഹാപ്പി ആയിരിക്കും. ഫുൾ A+ ഒന്നുമല്ല ജീവിതത്തിൻ്റെ ഗതി തിരിച്ചു വിടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഇതൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആകണം. ഫുൾ A+ കിട്ടിയില്ല, പോട്ടെ. ഇനി അടുത്തത് ഞാൻ വലിയ ഗോൾ അച്ചീവ് ചെയ്യും. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തും ഇൻഷാ അല്ലാഹ്. ഇതിനാ കുട്ടിയെ പ്രേരിപ്പിക്കാൻ സപ്പോർട്ടീവായി പാരൻസും നിൽക്കുക, ടീച്ചേഴ്സും നിൽക്കുക. അവരെ പരിഹാസത്തിൻ്റെ, കളിയാക്കലിൻ്റെ മുഖത്തോടുകൂടെയല്ല അവരെ മൈൻഡ് ചെയ്യേണ്ടത്. അവരെ ചേർത്ത് പിടിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.